Welcome to Machinery World. Joseph sir, nice to meet you. Yeah, nice to meet you. Sir, ഇവിടെ ഡിസ്പ്ലേയിലുള്ള മെഷീൻസ് എന്തൊക്കെയാണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ സാർ? ഓക്കെ, ഷുവർലി. അപ്പം ഇത് ഹസ്കോർണയുടെ ഒരു സ്റ്റാളാണ്. കൊഡീസിയയിൽ നമ്മൾ സ്റ്റാൾ ഹസ്കോർണയുടെ ആണ് ഇട്ടിരിക്കുന്നത്. ഹസ്കോർണയുടെ ഏരിയ സെയിൽസ് മാനേജറാണ് ഞാൻ കേരളത്തിലെ. എൻ്റെ പേര് ജിമ്മി ജോസഫ് എന്നാണ്. സോ നമ്മളിവിടെ വേരിയസ് ഓഫ് പ്രോഡക്ട്സ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ ആദ്യത്തെ റോയിൽ നമ്മൾ കാണുകയാണെങ്കിൽ പവർ സ്പ്രേയേഴ്സ്, നമ്മൾ സ്പ്രേയിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പവർ സ്പ്രേയേഴ്സ്. ഇത് ബാക്ക് പാക്ക് പവർ സ്പ്രേയർ ആണ്. 15 ലിറ്റർ ടാങ്കിൽ 1 HP വരുന്ന പവർ സ്പ്രേയർ ആണ് നമുക്ക് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്ത നെക്സ്റ്റ് വരുന്നത് ഇത് പോർട്ടബിൾ പവർ സ്പ്രേയർ ആണ്. ഇത് പോർട്ടബിൾ പവർ സ്പ്രേയർ നമുക്ക് അപ് ടു 50 മീറ്റർ ഹോസ് പൈപ്പ് വെച്ചിട്ട് നമുക്ക് ലോങ് ഡിസ്റ്റൻസിൽ നമുക്ക് കവർ ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാവുന്ന മോഡൽസാണ്. നെക്സ്റ്റ് ഇത് വരുന്നത് നമുക്ക് ലീഫ് ബ്ലോവർ ആണ്. ഇത് ഹെവി ഡ്യൂട്ടി ലീഫ് ബ്ലോവർ ആണ്. 4.1 HP വരുന്ന ഹെവി ഡ്യൂട്ടി, ലൈക്ക് റോഡ് കോൺട്രാക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് കൂടുതലും. ഇത് നമുക്ക് ന്യൂലി ലോഞ്ച്ഡാണ്. പുതിയ മാനുവൽ സ്പ്രേയേഴ്സ് ആണ്. നമുക്ക് 1.5 ലിറ്ററിൽ അവൈലബിൾ ആണ്, 8 ലിറ്റർ അവൈലബിൾ ആണ്, 20 ലിറ്റർ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് ഹെഡ്ജ് ട്രിമ്മേഴ്സ് ആണ്. ഹെഡ്ജ് ട്രിമ്മേഴ്സ് ഓൾസോ ട്വിസ്റ്റിംഗ് ഹാൻഡിൽ വരുന്ന ഹെഡ്ജ് ട്രിമ്മർ HD 60 അവൈലബിൾ ആണ്. 45 cc നമുക്ക് അവൈലബിൾ ആണ്. 2 മോഡൽ ഹെഡ്ജ് ട്രിമ്മേഴ്സ് ഗാർഡൻ ഷേപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് ബ്ലോവർ കാറ്റഗറിയാണ് വരുന്നത്. ലീഫ് ബ്ലോവേഴ്സ് ആണ്. നോർമലി ഇത് ഹോം പർപ്പസിനും യൂസ് ചെയ്യും, ഇത് ഇൻഡസ്ട്രിയൽ പർപ്പസിനും യൂസ് ചെയ്യുന്ന 3 മോഡലിലെ ബ്ലോവേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് 1 HP വരുന്നത്, ഒന്ന് 1 HP. നമുക്ക് ഹാൻഡി ആണ് 3 വരുന്നത്. ലാസ്റ്റ് വരുന്നത് നമുക്ക് ബാക്ക് പാക്ക് ബ്ലോവേഴ്സ് ആണ്. നെക്സ്റ്റ് പോകുന്നത് നമ്മൾ ബാക്ക് പാക്ക് ബ്രഷ് കട്ടറിലേക്കാണ്. ബാക്ക് പാക്ക് ബ്രഷ് കട്ടർ ഇൻ ദ സെൻസ് 531 RS, 331 RS, അങ്ങനെ കുറേ വേരിയസ് മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമ്മൾ കൂടുതൽ ഹില്ലി ഏരിയാസിലാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് നമ്മൾ ബീറ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അടുത്ത വരുന്നത് ഷാഫ്റ്റ് മോഡലിലാണ്. സ്ട്രൈറ്റ് ഷാഫ്റ്റ് മോഡലിലെ ബ്രഷ് കട്ടേഴ്സ് അവൈലബിൾ ആണ്. സ്ട്രൈറ്റ് ഷാഫ്റ്റ് മോഡലിലെ നമുക്ക് 4 ടൈപ്പിലെ ബ്രഷ് കട്ടർ അവൈലബിൾ ആണ് നമുക്ക്. അതിൽ നമുക്ക് അപ് ടു 2.8 HP വരെയുള്ള ബ്രഷ് കട്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. സോ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5 മോഡലിൽ നമുക്ക് സ്ട്രൈറ്റ് ഷാഫ്റ്റ് ബ്രഷ് കട്ടർ അവൈലബിൾ ആണ്. ഇവൻ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് 1 HP കാറ്റഗറിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 HP to 2.8 HP കാറ്റഗറിയിലുള്ള സ്ട്രൈറ്റ് ഷാഫ്റ്റ് ബ്രഷ് കട്ടർ നമുക്ക് അവൈലബിൾ ആണ്. അടുത്ത നമ്മൾ വരുവാണെങ്കിൽ ഹസ്കോർണ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ഒരു സെഗ്മെൻറ്റാണ് എൻജിൻ കാറ്റഗറിയാണ് വരുന്നത്. ഇത് നമുക്ക് 5.5 HP to 13 HP കാറ്റഗറിയിൽ അപ് ടു നമുക്ക് അവൈലബിൾ ആണ്. ഇത് വേരിയസ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഈവൻ പവർ സ്പ്രേയിങ്ങിന്, ബോട്ട് എഞ്ചിനായിട്ട്, പിന്നെ കോൺക്രീറ്റ് കട്ടിങ്, അങ്ങനെയുള്ള എല്ലാത്തിനും അറ്റാച്ച് ചെയ്തിട്ട് എഞ്ചിൻ നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് അടുത്ത സെഗ്മെൻറ്റ് വരുന്നത് വാട്ടർ പമ്പാണ്. വാട്ടർ പമ്പ് നമുക്ക് സെഗ്മെൻറ്റ് നമുക്ക് 4 മോഡലിലെ വാട്ടർ പമ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമുക്ക് വരുന്നത് 1 HP to 5.5 HP കാറ്റഗറിയിലുള്ള വാട്ടർ പമ്പാണ്. 1 ഇഞ്ച്, 1.5 ഇഞ്ച്, 2 ഇഞ്ച്, 3 ഇഞ്ച്, ഈ 4 ടൈപ്പിലെ വാട്ടർ പമ്പാണ് അവൈലബിൾ അപ് ടു 5.5 HP നമുക്ക് 8 മീറ്റർ സെക്ഷൻ, 32 മീറ്റർ വരെ ത്രോയിങ് ഉള്ള വാട്ടർ പമ്പ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സെഗ്മെൻറ്റ് വരുന്നത് നമുക്ക് പ്രഷർ വാഷറാണ്. ഇത് 4 മോഡലിലെ പ്രഷർ വാഷറാണ് ഹസ്കോർണ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതാണ് ഏറ്റവും ടോപ്പ് എൻഡിലുള്ള പ്രഷർ വാഷർ. ഏറ്റവും ടോപ്പ് എൻഡിലുള്ള പ്രഷർ വാഷർ ഇതാണ്. നമുക്ക് 480 എന്ന് പറയും. 2800, 2900 വാട്ട്സിലാണ് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 2 മോഡൽ ഇൻഡക്ഷൻ മോട്ടറാണ് അവൈലബിൾ. ഇത് എല്ലാം ഹെവി ഡ്യൂട്ടി പർപ്പസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത 2 മോഡലിലെ അടുത്ത നമുക്ക് ഹോം പർപ്പസിനുള്ള 2 മോഡലിലെ പ്രഷർ വാഷറാണ്. ഇത് നമുക്ക് നോർമൽ മിഡ് സെഗ്മെൻറ്റിലുള്ള യൂസേജാണ് എപ്പോഴും കാണിച്ചു തരുന്നത്. ടോട്ടൽ നമുക്ക് 130 ബാർ മുതൽ നമുക്ക് ഓൾമോസ്റ്റ് 180 ബാർ വരെയുള്ള പ്രഷർ വാഷറാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അടുത്ത നമുക്ക് ലോൺ മൂവർ സെഗ്മെൻറ്റിലേക്കാണ്. ഇത് ഹസ്കോർണ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ഒരു ലോൺ മൂവറാണ്. ഇലക്ട്രിക് ലോൺ മൂവറാണ്. 5 മീറ്റർ ഇത് ഇലക്ട്രിക്കാണ് ലോൺ മൂവർ വരുന്നത്. നമുക്ക് എക്സ്റ്റൻഷൻ ഉപയോഗിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും കട്ട് ചെയ്യാൻ ഹോം യൂസിന് വേണ്ടിയിട്ടുള്ള ലോൺ മൂവറാണ് വരുന്നത്. അടുത്ത വരുന്നത് ഇത് TC 114 എന്ന് പറയുന്ന ഒരു ട്രാക്ടർ സെഗ്മെൻറ്റാണ്. ഇത് നമ്മൾ കൂടുതലും നമ്മൾ ഈ ഫുട്ബോൾ ഗ്രൗണ്ട്സ്, അതുപോലെ തന്നെ ക്രിക്കറ്റ് സ്റ്റേഡിയം, ഫുട്ബോൾ ഗ്രൗണ്ട്, ക്രിക്കറ്റ് സ്റ്റേഡിയം, അതുപോലെ തന്നെ ഹെവി 4000 to 5000 സ്ക്വയർ ഫീറ്റ് ലോൺ ഏരിയയിൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള കട്ടിങ് കപ്പാസിറ്റി ഉള്ള ട്രാക്ടറാണിത്. ഇത് ഹസ്കോർണയുടെ തന്നെ ഓൺ എഞ്ചിനാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്.
പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കട്ടിംഗ് ഡെപ്ത് വരുന്നുണ്ട്. കട്ടിംഗ് ഡെപ്ത് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കട്ടിംഗ് ഡെക്ക് നമുക്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് മോഡലാണ്. ഇത് നമുക്ക് ഇരുന്നുകൊണ്ട് തന്നെ ഇത് നമുക്ക് കളക്ടറായിട്ടാണ് വരുന്നത്. 6 മോഡലിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. നമുക്ക് അടുത്ത വരുന്നത് ലോൺ മൂവർ സെഗ്മെൻ്റ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡിലുള്ള ലോൺ മൂവറാണ് നമുക്ക് വരുന്നത്. ഇത് നമുക്ക് 4 HP യിലുള്ള ലോൺ മൂവറാണ്. ഇത് നമുക്ക് 48 സെൻറ്റിമീറ്ററിലുള്ള കട്ടിംഗ് ഉണ്ട്. 48 സെൻറ്റിമീറ്ററുള്ള കട്ടിംഗ് ഉണ്ട്. ഇതും 8 സൈഡ് നമുക്ക് കട്ടിംഗ് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളതാണ്. ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള കട്ടിംഗ് ഇതാണ്. അടുത്ത നമുക്ക് ഡിഫറെൻറ്റ് മോഡൽസിലുള്ള പവർ വീഡേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് TF 230 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. അതായത് 2 HP to 8 HP നമുക്ക് കാറ്റഗറിയിൽ നമുക്ക് പവർ വീഡർ അവൈലബിൾ ആണ്. 2 HP മുതൽ 5 HP വരെ. അപ്പോൾ 5 HP ഉണ്ട്, 5 HP ഉണ്ട്, 5.5 HP ഉണ്ട്, 6 HP ഉണ്ട്, 8 HP കാറ്റഗറിയിലുണ്ട്. നമുക്ക് പവർ വീഡേഴ്സിൽ നമുക്ക് പെട്രോളിലും അവൈലബിൾ ആണ്, ഡീസൽ കാറ്റഗറിയിലും അവൈലബിൾ ആണ്. അതിലൂടെ നമുക്കൊരു 14 ടൈപ്പിലെ അറ്റാച്ച്മെൻറ്റ്സ് നമുക്ക് ഈ പവർ വീഡറിലെല്ലാം നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന മോഡൽസാണ്. ലാസ്റ്റിലാണ് എർത്ത് ഓഗറാണ് വരുന്നത് ലാസ്റ്റിൽ. ഇതിലപ്പോൾ തന്നെ കമ്പനി പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത എർത്ത് ഓഗറാണ്. ഇത് നമുക്ക് 41 cc മെഷീൻ വരുന്നത്. 2.1 HP കാറ്റഗറി വരുന്നത്. അപ്പോൾ തന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിറ്റ് ഉൾപ്പെടെയാണ് നമ്മൾ ഒരു ബെസ്റ്റ് പ്രൈസിന് നമ്മൾ ഈ സ്റ്റാളിൽ കൊടുക്കുന്നത്. അപ്പോൾ തന്നെ ഇതൊരു സേഫ്റ്റി ലിവറാണ്. ഇത് സെൻസറുള്ള ഒരു എർത്ത് ഓഗറാണ്. സപ്പോസ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേന് എവിടെയെങ്കിലും കല്ലിലോ എവിടെയെങ്കിലും ഒന്ന് സ്ട്രക്കായി പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ കട്ടാവും. അതാണ് ഇതിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, സേഫ്റ്റി ഫീച്ചർ എന്ന് പറയുന്നത്. സോ പിന്നെ ഓട്ടോ സ്റ്റോപ്പ്. അതെ, ഓട്ടോ സ്റ്റോപ്പാണ്. പിന്നെ നമുക്ക് ആക്സസറീസ് ഡിവിഷനിലുള്ളത് വിവിധ തരത്തിൽ നമുക്ക് ചെയിൻ ബാർ അവൈലബിൾ ആണ്. എക്സ്പോർട്സ് ബാർ, എക്സ്ട്രഫ് ബാർ, അങ്ങനെ വിവിധ തരത്തിൽ അവൈലബിൾ ആണ്. പിന്നെ ചെയിൻ അവൈലബിൾ ആണ്. ഹസ്കോണയുടെ തന്നെ ഓൺ പ്രൊഡക്ഷൻ ആയിട്ടുള്ള C85, S93G, SP33G ഇങ്ങനെയുള്ള വിവിധ മോഡലിലെ ചെയിൻസ് എല്ലാം അവൈലബിൾ ആണ് നമുക്ക്. പിന്നെ ട്രിമ്മർ ഹെഡ്, നമുക്ക് വിവിധ തരത്തിലെ ട്രിമ്മർ ഹെഡ് അവൈലബിൾ ആണ്. എല്ലാ മോഡൽസിലും ഉപയോഗിക്കാവുന്ന ട്രിമ്മർ ഹെഡ് അവൈലബിൾ ആണ് ഏറ്റവും റീസണബിൾ പ്രൈസിൽ. അപ്പോൾ തന്നെ സേഫ്റ്റി ഐറ്റംസ് ആയ ബൂട്ട്സ് അവൈലബിൾ ആണ്, ചാപ്സ് അവൈലബിൾ ആണ്. ബൂട്ട്സ്, ചാപ്സ്, ഹെൽമെറ്റ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ HP ഓയിൽ, 40 ഓയിൽ ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഹസ്കോണയിൽ. സോ ഇത്രയാണ് നമുക്ക് ഓൾമോസ്റ്റ് ഹസ്കോണയിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്. ഇത്രയാണ് നമുക്ക് ഹസ്കോണയിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് സ്റ്റാളിൽ സ്പെഷ്യൽ ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ് ടു 10% വരെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതല്ലാതെ കേരളത്തിൽ നമുക്ക് സബ്സിഡി അവൈലബിൾ ആണ്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. താല്പര്യമുള്ളവർക്ക് നമുക്ക് സബ്സിഡിയിൽ രജിസ്ട്രേഷൻ ചെയ്ത് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. എൻ്റെ നമ്പറാണ് 730 50 51 651. 730 50 51 651. താങ്ക് യു.